ഫാത്തിമ മാതാവിനോടുള്ള അത്ഭുത നൊവേന 9-ാം ദിവസം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥന. ജപമാല പ്രാർത്ഥനയിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ ഫാത്തിമയിലെ ഇടയ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയ എത്രയും പരിശുദ്ധിയായ കന്യകാമറിയമേ, ജപമാല ഭക്തിയോടുള്ള യഥാർത്ഥ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അതുവഴി ജപമാലയിൽ നിറഞ്ഞു നിൽക്കുന്ന രക്ഷാകര രഹസ്യങ്ങൾ ഇടവിടാതെ ധ്യാനിക്കുക വഴി ഞങ്ങൾ ഏറെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും പാപികൾക്ക് മാനസാന്തരം ഉണ്ടാവുന്നതിനും ഇടയാക്കണമേ. ലോകത്തിൻ്റെ മാനസാന്തരവും ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്ന നിയോഗവും. ഇവിടെ നമ്മുടെ പ്രാർത്ഥന നിയോഗം സമർപ്പിക്കുക. ഈ നൊവേനയിലൂടെ അവിടുത്തെ മഹത്വത്തിനും അതുവഴി ദൈവ മഹത്വത്തിനും അങ്ങയുടെ മക്കളുടെ ഐശ്വര്യത്തിനുമായി അവിടുത്തെ പുത്രൻ്റെ പക്കൽ നിന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചു തരണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഫാത്തിമ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല റാണി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയത്തിൻ്റെ 6-ാം വെളിപ്പെടുത്തൽ. 13 ഒക്ടോബർ 1917. അന്ന് കുട്ടികളോടൊപ്പം 70,000-ഓളം പേരും സ്വർഗത്തിൽ നിന്നുള്ള അടയാളം കാണുവാൻ അവിടെ തടിച്ചുകൂടിയിരുന്നു. കുട്ടികൾ സ്ത്രീയോട് ചോദിച്ചു, ഞങ്ങളിൽ നിന്ന് നീ എന്താണ് ആഗ്രഹിക്കുന്നത്? സ്ത്രീ മറുപടി പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ഒരു ദേവാലയം പണിയണം. ഞാൻ ജപമാല റാണിയാണ്. ദിവസവും ജപമാല ചൊല്ലുന്നത് നിങ്ങൾ തുടരുക. യുദ്ധങ്ങൾ അവസാനിക്കാൻ പോകുന്നു. സൈനികർ ഭവനത്തിലേക്ക് മടങ്ങാൻ പോകുന്നു. ലൂസിയ ചോദിച്ചു, ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് രോഗികളുടെ സൗഖ്യവും പാപികളുടെ മാനസാന്തരവും പിന്നെ മറ്റു ചില ആവശ്യങ്ങളും. മറിയം പറഞ്ഞു, കുറച്ചു പേർക്ക് അത് ലഭിക്കും. എന്നാൽ ബാക്കിയുള്ളവർ തങ്ങളുടെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ച് പാപങ്ങൾ വെറുത്തുപേക്ഷിക്കണം. വളരെ ദുഃഖത്തോടെ അമ്മ തുടർന്നു, ഇനിയും നിങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിനെ അവഹേളിക്കരുത്. അവിടെ കുറേ അവഹേളനകൾ ഇതിനകം സഹിച്ചിരിക്കുന്നു. ഇനി മനുഷ്യർ മനസ്സ് ദൈവത്തിലേക്ക് തിരിച്ചാൽ യുദ്ധങ്ങൾ അവസാനിക്കും. ഇനി അവർ തങ്ങളുടെ ദുഷ്ടവഴികളിൽ നിന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ അത് ലോകാവസാനത്തിൻ്റെ സൂചനയായിരിക്കും. ലൂസിയ ചോദിച്ചു, കൂടുതലായി ഇനി ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? അമ്മ പറഞ്ഞു, ഇല്ല, ഇത്രമാത്രം മതി. അതിനുശേഷം അമ്മ കൈകൾ തുറന്നു. അപ്പോൾ കൈകളിൽ നിന്ന് പ്രകാശരശ്മികൾ പുറപ്പെടുകയും അത് ആകാശത്തിലേക്ക് ഉയർന്നു. അമ്മ സ്വർഗത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്നതായി അവർ കണ്ടു. അമ്മ സ്വർഗത്തിലേക്ക് കരേറിയതിനു ശേഷം വിശുദ്ധ യൗസേപ്പ് ഉണ്ണിയേശുവിനെ കൈകളിലേന്തി ആകാശവിധാനത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ ഭൂമിക്ക് നേരെ കുരിശടയാളം വരച്ച് അതിനെ അനുഗ്രഹിച്ചു. ഈ പ്രത്യക്ഷീകരണം അവസാനിച്ചപ്പോൾ മാതാവും കർത്താവും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു. അത് വ്യാകുല മാതാവായിരുന്നു.
വിശുദ്ധ യൗസേപ്പ് ചെയ്തതുപോലെ കർത്താവും ഭൂമിയെ ആശീർവദിച്ചു. ഇതിനുശേഷം അമ്മ ഒരിക്കൽ കൂടി ഭൂമിയെ ആശീർവദിച്ചു. ഇതിനുശേഷം അമ്മ ഒരിക്കൽ കൂടി പ്രത്യക്ഷയായി. ഇത്തവണ മറിയം കർമ്മല മാതാവായാണ് പ്രത്യക്ഷയായത്. ഈ ദൃശ്യങ്ങളെല്ലാം കുട്ടികൾ മാത്രമാണ് കണ്ടത്. തുടർന്ന് ഒരു വലിയ മഴ പെയ്യുകയും അതിൻ്റെ അവസാനത്തിൽ കാർമേഘങ്ങളെ തുളച്ച് സൂര്യൻ എല്ലാവർക്കും ദൃശ്യമായി. സൂര്യൻ്റെ പ്രതലം ഒരു പാത്രം പോലെ സുതാര്യമായി. സൂര്യൻ ഒരു ചക്രം പോലെ കറങ്ങുവാൻ തുടങ്ങി. സൂര്യനിൽ നിന്ന് വിവിധ നിറങ്ങളിൽ പ്രകാശം പുറപ്പെടുകയും അത് മേഘങ്ങളിൽ തട്ടി പ്രതിഫലിക്കുകയും ചെയ്തു. സൂര്യൻ അതിൻ്റെ സ്ഥാനത്ത് ആധാരമായി നൃത്തം ചെയ്യുന്നതായും ജനം കണ്ടു. മഴയിൽ കുതിർന്ന വസ്ത്രങ്ങളും ഭൂമിയിൽ എല്ലാം തനിയെ ഉണങ്ങി. ഈ അത്ഭുതം 10 മിനിറ്റോളം നീണ്ടുനിന്നു. 70,000-ഓളം പേര് സാക്ഷികളായ ഈ സംഭവങ്ങൾ ലോകത്തിൽ ഫാത്തിമയിൽ മാത്രമേ ദൃശ്യമായുള്ളൂ എന്നുള്ളതും വലിയ സത്യമാണ്. അനേകം പേര് അവർക്കുണ്ടായ ഈ വെളിപാടിനെ, അനുഗ്രഹത്തെ ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പത്രമാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധ ആകർഷിച്ച ഈ സംഭവം ലോകത്തിനു വലിയ മരിയ ഭക്തിയാണ് സമ്മാനിച്ചത്. ശാസ്ത്രലോകത്തിന് ഇതുവരെയും ഇതിനുള്ള ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു. സുകൃതജപം. വ്യാകുല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.